ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് വന്നാണ്. നമുക്ക് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയതാണ്. അതിനകത്ത് നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത് ടൈമിംഗ് ചെയിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ചെയിൻ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യുക, എയർ ഫിൽട്ടർ, അതേപോലെ ജനറൽ സർവീസ്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട്. പക്ഷേ എഞ്ചിൻ്റെ ടൈമിംഗ് ചെയിൻ മാറ്റിയത് കൊണ്ട് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ക്യാം ചെയിൻ, അതായത് ടൈമിംഗ് ചെയിൻ്റെ സൗണ്ട് മാത്രമല്ല അതിനകത്ത് സംഭവിച്ചാണ്. എഞ്ചിൻ ഹെഡിനകത്ത് വരുന്ന വാൽവിൻ്റെ ഗൈഡിന് പ്ലേ കൂടുതലാണ്. വാൽവ് ഗൈഡ്, റോക്കർ ആം, ക്യാം ഷാഫ്റ്റ്, ഈ 3 ഐറ്റംസും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഗൈഡ് എന്തായാലും മാറേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത് കംപ്ലയിൻറ്റ് വന്ന പാർട്ടാണ്. സാധാരണ രീതിയിൽ വണ്ടികൾ അഴിക്കുമ്പോൾ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാറുള്ള സംഭവം. അപ്പോൾ ആ വാൽവിൻ്റെ ഗൈഡ് കാര്യങ്ങൾ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ക്യാം ചെയിൻ മാറ്റാൻ. എന്നാലാണ് ആ സൗണ്ട് 100% മാറുള്ളൂ. ഈ സൗണ്ടിൻ്റെ കേസ് നമുക്ക് 100% മാറ്റാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്താലാണ് കാര്യമുള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ ക്യാം ചെയിൻ, ടൈമിംഗ് ചെയിൻ വെറുതെ അഴിച്ച് മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, പൈസ പോകുന്നല്ലാണ്ട് യാതൊരു ഗുണം നമുക്ക് കിട്ടില്ല. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ലീക്കേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഹെഡിൻ്റെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് വെക്കുകയാണെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ ഈ ഭാഗം അഴിക്കണം. അഴിച്ചതിന് ശേഷം നമുക്ക് ആ കംപ്ലൈൻ്റ് ഉള്ള പാർട്ട് ലെയ്ത്തിൽ കൊടുത്തത് ക്ലിയർ ചെയ്തെടുക്കാം. അത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സൗണ്ട് മാറിക്കോളും. ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് വരും. വാൽവ് ലൂസായിട്ടുള്ള സൗണ്ട് നോർമൽ സാധാരണ രീതിയിൽ വണ്ടി ചൂടാകുമ്പോൾ വരും. അത് കോമൺ ആയിട്ട് വരും, അതെല്ലാ വണ്ടിക്കും ഉണ്ട്. പക്ഷേ അതല്ല, ഇത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ടൈമിംഗ് ചെയിൻ മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആ ചെയിൻ മാറിയിട്ടുള്ള പൈസയും ലേബറും കാര്യങ്ങളൊക്കെ പോകുന്നല്ലാണ്ട് നമുക്ക് യാതൊരു ഗുണവും അതുകൊണ്ടില്ല. അപ്പോൾ തൽക്കാലം അത് നോക്കിയിട്ട് ചെയ്യേണ്ടെങ്കിൽ പറയാം. കാരണം അത് ലെയ്ത്തിലേക്കൊക്കെ പോയി വരും, നമുക്ക് താമസം വന്ന പണിയാണ്. ചില കേസിൽ നമുക്ക് രണ്ട് ദിവസം എന്ന് പറയും 3 ദിവസമൊക്കെ എടുക്കാറുണ്ട് സാധാരണ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ. പിന്നെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാലാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ. നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. ചെയിൻ്റെ ഭാഗമായാലും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. ക്ലീൻ ചെയ്തിട്ട് ചെയിൻ ലൂബ് ചെയ്യണം. നമുക്ക് ഇത് ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് തന്നെ ചെയിൻ ലൂബാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിൻ ലൂബിങ്ങും ചെയിൻ ക്ലീനിങ്ങും ചെയ്താൽ അത് റെഡി ആയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ വീലിൻ്റെ ഹബിനകത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളോ ചെറിയ സ്ക്രാച്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ആ ലൈനറിൻ്റെ ഇടയിൽ ഈ പൊടി വന്നുമ്പോൾ അത് കൂടി ഇരുന്ന് പറയുമ്പോൾ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം, വേറെ കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ പുതിയ ടയറാണ്. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ലൂസിൻ്റെ കേസ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ നമുക്ക് കിടക്കുന്നത് പുതിയ എയർ ഫിൽട്ടറാണ്. പക്ഷേ അത് ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ. തൽക്കാലം നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി ഇട്ടേക്കാം. നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ നമുക്ക് ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രത്യേകത ഇത് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ്. നമുക്ക് വന്നത് വിസ്കസ് ടൈപ്പ് ഫിൽട്ടറാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഇതിനകത്ത് പെട്ടെന്ന് പൊടി കയറുകയും പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും എൻജിൻ ഹെഡിലേക്ക് കാർബറേറ്റർ വഴിയുള്ള എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ആ പൊടി കയറി വരുമ്പോൾ. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ പുതിയതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന മോഡലാണത്. അപ്പോൾ തൽക്കാലം എയർ അടിച്ച് ക്ലീൻ ആക്കിയിടാം. നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റുമ്പോൾ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാം, ഒറിജിനൽ. പിന്നെ അതേപോലെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 5 ആമ്പിയറുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.5 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഒരു വലിച്ചിൽ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്, ബാറ്ററിയുടെ ആണ്. വലിയ താമസിച്ചാണ്ട് നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വന്നേക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടൈമിംഗ് ചെയിൻ്റെ കേസ് നമുക്ക് തൽക്കാലം ഈ പെൻഡിൽ നിർത്താം. കാരണം ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്താലാണ് അത് ഉപകാരമുള്ളൂ. അതല്ലെങ്കിൽ കാശ് പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എന്തായാലും ഹെഡിൻ്റെ ഭാഗമൊക്കെ ലീക്ക് കാണിച്ചൊക്കെ ഇവിടെയൊക്കെ ലീക്ക് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ശരിക്കും 30,000 കിലോമീറ്ററിലാണ് എഞ്ചിൻ ഹെഡ് റിപ്പയറിങ് ചെയ്യേണ്ടത്. റിപ്പയറിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ എഞ്ചിൻ ഹെഡിൽ അടിഞ്ഞു കൂടുന്ന കരി ക്ലീൻ ചെയ്ത് പോകേണ്ടത് 30,000 കിലോമീറ്ററിന് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം അയക്കേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. 69,000 കിലോമീറ്റർ ഇപ്പോൾ ആയിട്ടുണ്ട്. ശരിക്കും 2 പ്രാവശ്യം ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ നോക്കിയിട്ട് അതങ്ങനെ ചെയ്താൽ മതി, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. പാഡൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനായിട്ടുണ്ട്. കാളിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബൂട്ട് സെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. കാരണം അത് ചെറുതായിട്ട് ഇങ്ങനെ വികസിച്ച് ബഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തടാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ് കിടക്കണേ.
പക്ഷേ അതിൻ്റെ ഈ ഭാഗത്തൊരു ചെറിയ ലീക്ക് ഉണ്ട്, അത് ആ ഓറിങ്ങിൻ്റെയാണ്. അതൊന്ന് മാറ്റി റെഡിയാക്കി ഇട്ടേക്കാം. സ്പാർക്ക് പ്ലഗ് ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്തിടാം. പുതിയ പ്ലഗ് കിടക്കണേ, തൽക്കാലം ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാർബറേറ്ററൊക്കെ എനിക്ക് തോന്നുന്നു കഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എഞ്ചിൻ ഹെഡ് അഴിക്കേണ്ടെങ്കിൽ ആ കൂട്ടത്തിക്കടെ കാർബറേറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എഞ്ചിൻ ഹെഡ് അഴിക്കുന്ന കൂട്ടത്തിക്ക് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടി വരാം. ആ ഭാഗം ഫയറിങ് ഭാഗം കറക്റ്റ് ആക്കിയിടാം. കാർബറേറ്റർ എയർ ഫിൽറ്റർ അടക്കമുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക. നിലവിൽ നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ ടയർ വളരെ മോശമാണ്, ഒന്ന് ശ്രദ്ധിച്ചോളാം. സെൻറ്ററിലൊട്ടും പിടുത്തമില്ല. അതിൻ്റേതായിട്ടുള്ള പാളിച്ചയാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. ബാക്ക് ആണെങ്കിൽ നല്ല ഗ്രിപ്പും ഉണ്ട്. അപ്പോൾ അത് വീശിയൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് സ്കിഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേരാം കേട്ടോ. അതല്ലെങ്കിൽ ഫോൺ ചെയ്താലും മതി. ഞാൻ കോൺടാക്ട് നമ്പർ അതിനകത്ത് ഇട്ടേക്കാം. എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ സൗകര്യം പോലെ ചെയ്യാം. റിപ്ലൈ ചെയ്യണം. അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.